മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു ക്ലാരിഫിക്കേഷൻ. ഇനി മറ്റൊന്ന്, ഗാന്ധിജി, സ്വാമി വിവേകാനന്ദരും ശ്രീനാരായണ ഗുരു ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം, തീർച്ചയായിട്ടും. പക്ഷേ ആരിലൂടെ ആയിരിക്കും അവർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുക? ആരിലൂടെ ആയിരിക്കും? അപ്പോൾ എല്ലാവരും ഈ ഭൂമിയിൽ ആകാശത്തിന് കീഴെ മനുഷ്യന്റെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇത് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. എങ്കിലും ഇപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുകയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ വിശ്വാസം, നമ്മുടെ വിശ്വാസം പക്വമാകണമെങ്കിൽ വളരണമെങ്കിൽ യേശുവാണ് ഏകരക്ഷകൻ എന്നുള്ള വിശ്വാസം. അത് ഈ മംഗളവാർത്ത കാലത്ത് വിശ്വസിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞു, മലാഖ സന്ദേശം നൽകിയത് ആർക്കാ? മലാഖയിലൂടെ വന്ന ആദ്യത്തെ ആ സുവിശേഷം അല്ലെങ്കിൽ ആ സന്ദേശം സകല ജനത്തിനും വേണ്ടിയുള്ള, ആർക്ക് വേണ്ടിയുള്ള? അപ്പൊ ആർക്ക് വേണ്ടിയാ രക്ഷകൻ വന്നത്? യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ? അങ്ങനെ ചിന്തിക്കുക. യേശുക്രിസ്തു വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? യേശുക്രിസ്തു ജനിച്ചപ്പോഴും മരിച്ചപ്പോഴും ഒറ്റ ക്രിസ്ത്യാനിയും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എളുപ്പം മനസ്സിലാവില്ല, ഇല്ലേ? യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ക്രിസ്ത്യാനികൾ യേശുവിൽ വന്നതിന് ശേഷം, യേശു മരിച്ചു ഉയർത്തതിന് ശേഷം യേശുവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് യേശുവിനെ സ്വീകരിച്ചവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നു. എന്നാൽ യേശു വന്നത് സകല ജനത്തിനും വേണ്ടിയാണ്. ഒരു മനുഷ്യൻ മൂലം ഉണ്ടായ പാപം, അപ്പോൾ എല്ലാവരിലും പാപം വന്നു. എല്ലാ ജാതി മതസ്ഥരും, ഗാന്ധിജി, വിവേകാനന്ദജി, ശ്രീനാരായണ ഗുരു മാത്രമല്ല ബുദ്ധനും, ഇവരെല്ലാവരും ആദത്തിൻ്റെ മക്കളാണ്. ദൈവം തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചവരാണ്. ഇവരെല്ലാവരിലും തിന്മയുടെ പ്രസരണം ഉണ്ടായി. ഇവരെല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ആര് വന്നത്? യേശുക്രിസ്തു മാത്രമേ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ജീവൻ രക്തം ഒഴുക്കി, ഒരു കുഞ്ഞാടിനെ അറക്കുന്ന പോലെ രക്തം ഒഴുക്കി അതിന് പരിഹാരം ചെയ്തിട്ടുള്ളൂ. യേശുക്രിസ്തു ആരുടെ പാപത്തിന് പരിഹാരം ചെയ്തു? ലോകം മുഴുവനുമുള്ള എല്ലാവരുടെയും പാപത്തിന് പരിഹാരം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അവരാരും യേശുവിൽ വിശ്വസിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ യേശുവിൻ്റെ വിശ്വാസം ഏറ്റുപറയുന്നതായിട്ടോ പലരും പ്രഖ്യാപിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് സംശയം അവർ രക്ഷിക്കപ്പെടുകയോ എന്നുള്ളത്. സഭയുടെ പ്രബോധനത്തിൽ പ്രത്യേകിച്ച് റിഡൻഡോറിസ് മിസ്സിയോ, രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്, രക്ഷ അത്രയ്ക്ക് വിശാലവും വിസ്മരണീയവുമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, കാറ്റ് അതിനിഷ്ടമുള്ളിടത്ത് വീശുന്നു. കാറ്റ് അതിനിഷ്ടമുള്ള, കാറ്റ് കണ്ടോ, കാറ്റ് ഇങ്ങനെ വീശി പോകും. നമുക്ക് കാറ്റ് എവിടെയൊക്കെയാണ് വീശുന്നതെന്നറിയോ? ഇത് തന്നെ ഈശോ നിക്കോദേമോസിനോട് പറഞ്ഞത്, ഇല്ലേ? കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത്. ഒരുവനിലേക്ക് രക്ഷ. ഇനി മറ്റൊന്ന്, ഈ മറ്റ് ജാതി മതസ്ഥർ, ക്രിസ്തീയരല്ലാത്തവരെ രക്ഷയിലേക്ക് നയിക്കുന്നതിൻ്റെ ദൗത്യം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? നമ്മൾ ഓരോരുത്തരിലുമാണ്. നമ്മൾ ഓരോരുത്തരിലെയും പ്രഘോഷണത്തിലൂടെ, ജീവിത സാക്ഷ്യത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ബലിയർപ്പണത്തിലൂടെ, ഈ ബലിയർപ്പണത്തിലൂടെ നമ്മൾ അർപ്പിക്കുന്ന ഈ ബലി ലോകം മുഴുവനും വേണ്ടി അർപ്പിച്ച ബലി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന ഈ ബലിയിലൂടെ ഈ ലോകത്തിലുള്ള എല്ലാ ജാതി മതസ്ഥരും, ക്രിസ്തീയരല്ലാത്തവരും പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നു. നമ്മുടെ മാമോദീസയിലൂടെ, മാമോദീസ സ്വീകരിച്ച് നമ്മൾ ഓരോരുത്തരും ആരാണ്? ലോകം
ലോകത്തിൻ്റെ പ്രകാശമാണ്. നമ്മൾ മെഴുകുതിരി കത്തിച്ച് കണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ വിശ്വാസം വളരണം. അപ്പോൾ പിന്നെ നമുക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. ഈ സംശയം എഴുതിയത് വളരെ നന്നായി, അതുകൊണ്ട് ഇത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോരുത്തരുടെയും വിശ്വാസത്തിലൂടെ വലിയ മധ്യസ്ഥ പ്രാർത്ഥന. ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. കൊച്ചു ത്രേസ്യ കുഞ്ഞായിരുന്നപ്പോൾ 14 വയസ്സുള്ള കൊച്ചു ത്രേസ്യ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ 3 കൊലപാതകം ചെയ്ത ഫ്രാൻസിനി എന്ന ഒരുവൻ മാനസാന്തരമുണ്ടായി. എന്ന പോലെ നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിലൂടെ സുവിശേഷത്തിൽ ഒരു ഭാഗമുണ്ട്. 4 പേർ കൂടി ഒരു തളർവാദ രോഗിയെ പൂരം വിളിച്ച് താഴെ കൊണ്ടുവന്നു. തളർവാദ രോഗിക്ക് വിശ്വാസമില്ല, അവൻ എല്ലാം മരവിച്ചിരിക്കുകയാണ്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ഇതാണ്, അവിടെ നിന്ന് ഈശോ അവരുടെ വിശ്വാസം കണ്ടിട്ട്, ആരുടെ വിശ്വാസം കണ്ടിട്ട്? ഈ കൊണ്ടുവന്ന 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, എന്താ പറഞ്ഞേ? മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കട്ടിൽ എടുത്ത്. ഇതിനെല്ലാം മണിക്കൂറുകളോളം ധ്യാനിക്കണം. അവൻ ഏത് ജാതിക്കാരനായിരുന്നു? അവൻ ക്രിസ്ത്യാനി ആയിരുന്നു? അന്ന് ഒരു ക്രിസ്ത്യാനി ഇല്ലല്ലോ, ഉണ്ടോ? പക്ഷെ അവനും മകനല്ലേ. കാരണം ദൈവത്തിന്റെ മുമ്പിൽ എല്ലാ ജാതി മതസ്ഥരും ദൈവത്തിന്റെ മക്കളാണ്. മകനെ, നിന്റെ പാപം, ഇത്രയും വലിയ പാപിയാണെങ്കിലും അവൻ മകനാണ്. അപ്പൊ ദൈവം നമ്മളെ കാണുന്നത് ആരായിട്ടാണ്? ഈ ഗാന്ധിജിയെയും ശ്രീനാരായണ ഗുരുവിനെയും എന്ന് മാത്രമല്ല, എല്ലാ ജാതി മതസ്ഥരെയും ദൈവം കാണുന്നത്, അല്ലെങ്കിൽ അവരാരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മുടെ ഭർത്താവും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മുടെ ചുറ്റുമുള്ള കള്ളുകുടിയന്മാരായാലും ആരായാലും അവരെ ദൈവം കാണുന്നത് ആരായിട്ടാണ്? അല്ലെങ്കിൽ അവരാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ മക്കളാണ്. നിന്റെ പാപം, മകനെ, നിന്റെ പാപം. അപ്പോൾ രക്ഷയുടെ രക്ഷ അത്രയ്ക്ക് വിശാലമാണ്. നമ്മുടെ കൊന്ത ചെല്ലുമ്പോൾ ഉള്ള പ്രാർത്ഥന എങ്ങനെയാണ്? ഓയൻറ്റീശോയെ, എല്ലാവരും സമാധാനം പ്രാർത്ഥിച്ച്, ഓയൻറ്റീശോയെ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ, നരകാത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആരെ രക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു? അപ്പൊ എല്ലാത്തിനും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തുദ്ദേശിച്ചിട്ടാണ് എല്ലാം എന്ന് പറയുന്നത്? എല്ലാ ജാതി മതസ്ഥരെയും, ഇനി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്നവരെയും, വലിയ എല്ലാവരെയും, പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ മനസ്സിലാക്കി. അപ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമോ? അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അറിയാത്തവരിലേക്ക് ദൈവാത്മാവിനെ പ്രസരിപ്പിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവത്തിൻ്റെ രക്ഷയും അവർക്ക് ലഭിക്കുന്നു. ഓക്കെ, അത് ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇനി വേറൊരു ലെറ്റർ ഇതാണ്. ബ്രദർ തോമസ് പോൾ അറിയുന്നത്, അങ്ങേക്ക് ആദ്യം തന്നെ ഈശോയുടെ സ്തുതി ഉണ്ടായിരിക്കും. ക്രേഡോ, ഞാൻ വിശ്വസിക്കുന്നു എന്ന വിശ്വാസ വളർച്ച ധ്യാനം സഭാ ശുശ്രൂഷകളിലൂടെ വിശ്വാസം വളർത്താൻ ഉപകരിക്കും. കാണപ്പെടാത്തത് ഉണ്ട് എന്ന വിശ്വാസം നമ്മെ അനശ്വരമായ സ്വർഗരാജ്യ അനുഭവത്തിലേക്ക്, നിത്യജീവനിലേക്ക് നയിക്കുന്നു എന്ന ബോധ്യം ഈ ധ്യാനത്തിലൂടെ കിട്ടി. ഈ ധ്യാനം സങ്കീർത്തനങ്ങളിലെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലൂടെ പൂർത്തീകരണമായി ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കഴിയുമെങ്കിൽ സങ്കീർത്തനം 127 1 2, സങ്കീർത്തനം 128 1 6, 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വിശദീകരിക്കണം. അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഇതിൽ ഇപ്പോൾ സങ്കീർത്തനം മുഴുവനും ഒരുപാട് നമുക്ക് വിശദീകരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അടുത്ത നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് 9 ദിവസത്തെ ധ്യാനത്തിലേക്ക്
വരാൻ പറയുന്നത്. എങ്കിലും ഇത്രയും സങ്കീർത്തനങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നപ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് വലിയ ചില ഉൾക്കാഴ്ചകൾ കിട്ടി. സങ്കീർത്തനം 127, 128 വാസ്തവത്തിൽ കുടുംബത്തെക്കുറിച്ചുള്ള പ്രധാന രഹസ്യങ്ങളാണ് അവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തെക്കുറിച്ച്. അതായിരിക്കും ഈ എഴുതിയ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇനിയും കുടുംബ കേന്ദ്രീകൃതമായിട്ട് വളരണം. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം അത് തന്നെയാണ് കുടിച്ചു നിന്ന ആശയം, ഇല്ലേ? ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, എന്തുകൊണ്ടാണ് ക്നാനായ സമുദായത്തിന് സഭ ഒരു പ്രത്യേക റെക്കഗ്നീഷൻ നൽകിക്കൊണ്ട് സ്വന്തം വീട്ടുകാരെ തന്നെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം തന്നിട്ട് രൂപതയുണ്ടാക്കിയ ഒരു മെത്രാനെ തന്നത് എന്തുകൊണ്ടാണ്? കുടുംബ കേന്ദ്രീകൃതമായ ഒരു വിശ്വാസ വളർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. എന്നാൽ വാസ്തവത്തിൽ അത് നമ്മൾ എവിടെയോ മാറിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനെ മനസ്സിലാക്കാതെ ആ കുടുംബങ്ങളിലെ വളർച്ചയെയും ആത്മീയതയും കേന്ദ്രീകരിക്കാനാവുന്ന കുടുംബങ്ങൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കണ്ടും കേട്ടും ഒരുപാട് പറഞ്ഞു. ഇനി അത് പറഞ്ഞ് കൂടുതൽ വഷളാക്കുന്നില്ല. ഇനി അതിനെ മറുപടി എന്താണ്, അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളത്. നമ്മൾ ആ ഒറിജിനൽ പഴയ നമ്മുടെ ആ വിശ്വാസത്തിലേക്ക് വരണം. കുടുംബത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ള വിശ്വാസം. ദൈവത്തിന്, ഞാൻ പറഞ്ഞു ഇതെല്ലാം ദൈവത്തിന് ഒന്നാം സ്ഥാനം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ഞായറാഴ്ച മോന് എന്താണ് എൻട്രൻസ് ഉണ്ടെങ്കിൽ നീ പള്ളിയിലൊന്നും പോയില്ലെങ്കിൽ എൻട്രൻസിന് ഇമ്പോർട്ടൻസ് ആയില്ലേ? ഇതെല്ലാം മാറി ദൈവത്തിന് ഒന്നാം സ്ഥാനം. അതാണ് ഈ രണ്ട് സങ്കീർത്തനത്തിൻ്റെയും പ്രധാന. കണ്ടോ, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ, ഒരു പണിയാറുണ്ട്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. പ്രഭാതത്തിലുള്ളത് പ്രാർത്ഥിക്കുന്നത് വ്യർത്ഥം എന്നായിരിക്കുന്നത്, ഇല്ലേ? അപ്പോൾ ഈ രണ്ട് സങ്കീർത്തനത്തിൻ്റെയും പ്രധാന രഹസ്യം കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. നമ്മൾ കുടുംബ പ്രതിഷ്ഠയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കുടുംബ പ്രതിഷ്ഠ ചെയ്തതുകൊണ്ട് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം പോരാ. കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ളൊരു ജീവിതം. നമ്മൾ ഫസ്റ്റ് പ്രിയോറിറ്റി കർത്താവിന് കൊടുക്കണം. എങ്കിൽ നമ്മുടെ കുടുംബം ആര് നോക്കും? കർത്താവിൻ്റെ തോളത്തിരിക്കും. കർത്താവ് കുടുംബം നയിക്കും. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കർത്താവ് അനുഗ്രഹം തന്നുകൊണ്ടിരിക്കും. അതാണ് 127 പറയാം, കർത്താവിന് ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ ചെയ്യുന്നവർ ഭാഗ്യവാൻ. നിന്റെ അധ്വാനഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ബലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയാണ്. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സാരാംശം ഇതാണ്. നമ്മൾ ഇന്ന് നിലവിലുള്ള ഈ രീതിയിൽ പോയാൽ പോരാ. ധ്യാനം കൂടി വീട്ടിൽ പോയി ഇന്നലത്തെ മാതിരി അല്ലെങ്കിൽ ഈ ധ്യാനം കൂടുതൽ മുമ്പുള്ള അവസരത്തമായി ജീവിച്ചാൽ പോരാ. നമ്മൾ ഇന്ന് തീർച്ചയായും തീരുമാനമെടുക്കണം. ഞാൻ ആദ്യ ദിവസം പറഞ്ഞു, 3 രാജാക്കന്മാർ നക്ഷത്രത്താൽ നയിക്കപ്പെട്ട് വന്നു. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ യേശുവിനാൽ നയിക്കപ്പെട്ടവരായി. രാജാക്കന്മാരായിരുന്നിട്ടും ജ്ഞാനികളായിരുന്നിട്ടും അവരെടുത്ത തീരുമാനം തെറ്റായിരുന്നുവെങ്കിലും അത് തിരുത്താൻ ദൈവം അവരെ സഹായിച്ചു. അപ്പോൾ നമ്മളുടെ തീരുമാനങ്ങളും നമ്മുടെ ഓരോ ദിവസവും ഏറ്റവും പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുന്ന ഒരു പുതിയ അല്ലെങ്കിൽ നമ്മുടെ പഴയ സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ഞാനായിത്തമ്പരും കൂട്ടരും ഇവിടെ വന്നത് ആര് പറഞ്ഞില്ല? അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണോ? കർത്താവാണ് ഇവിടെ കൊണ്ടുവന്നത്. അവരെ കർത്താവാണ് അവർക്ക് ബോധ്യങ്ങൾ നൽകിയത്. കർത്താവാണ് ഇങ്ങനെ ഒരു സമുദായത്തെ പടുത്തുയർത്താനും പ്ലാൻ ചെയ്തത്. അതിൻ്റെ ഉദ്ദേശം കുടുംബം ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒന്നായി മാറണം. ആ പാരമ്പര്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. ആ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നതിന്
കുറച്ച് ആത്മീയമായി നമ്മൾ ഉണർന്നാൽ മതി. ദൈവമാണ് എല്ലാം ചെയ്യുന്നത്. കണ്ടോ, ദൈവമാണ് അധ്വാനിക്കുന്നത് നമുക്ക് വേണ്ടി, ജ്ഞാനമാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ അല്പം കർത്താവ് മുഴുവൻ ചെയ്തു. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്താൽ കർത്താവ് 10 സ്റ്റെപ്പ് എടുക്കും. നമ്മൾക്കെല്ലാം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് സൗകര്യം, എന്തെല്ലാം പ്രാർത്ഥനകൾക്ക് സൗകര്യം, എന്തെല്ലാം സൗകര്യങ്ങളാണ് ആത്മീയത വളർത്താൻ വേണ്ടിയുള്ളത്. അതിലേക്ക് നമ്മൾ മനസ്സ് തിരിച്ചാൽ മാത്രമേ നമ്മുടെ കുടുംബം കർത്താവിനാൽ നയിക്കപ്പെടുന്നതാണ്. ഇത് നിങ്ങളൊരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കണം. ഇപ്പം ഞാൻ ഈ സങ്കീർത്തനങ്ങളെല്ലാം വായിക്കുകയും ജ്ഞാനത്തിൻ്റെ പുസ്തകമെല്ലാം പറഞ്ഞു. ഒരു സഹോദരൻ പറഞ്ഞു, ബ്രദറിന് ഞാൻ പഴയ നിയമത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ്. അല്ല, ഈ പറഞ്ഞതെല്ലാം പുതിയ നിയമത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ ഞാൻ പറഞ്ഞു വന്നത് മുഴുവൻ തെറ്റിദ്ധരിക്കാതെ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഈ സങ്കീർത്തനങ്ങളിൽ മുഴുവനും ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നാ ഞാൻ പറഞ്ഞത്? ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പറഞ്ഞത്? ആരെക്കുറിച്ചാണ്? യേശുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം യേശുവിനെ 1000 വർഷം മുമ്പ് എഴുതിയത് വരാനിരിക്കുന്ന ആ യേശു രാജ്യത്തെ ദാഹിച്ചവർ പ്രാർത്ഥിക്കുകയും അതിനെക്കുറിച്ചാണ് കേട്ടോ. ഇനിയും സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനിയും പൂർത്തിയാകാനുണ്ട്. ഏത്? വരാനിരിക്കുന്ന യേശു രാജ്യം. ഇതിൻ്റെ അവസാനം എന്തായിരിക്കും? പുതിയൊരു ജെറുസലേം. ആ പുതിയ ജെറുസലേമിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ നീങ്ങുന്നത്. പണിയുന്നോർസ്ലേം നൽകിയതാ കരുണാവാരിധി അവനല്ലോ, ചിതറിയൊരു ഇസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. അപ്പൊ ഇതൊരു പഴയ നിയമത്തിലെ സാധനമാണെന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളിക്കളയേണ്ടതല്ല. ഇത് പുതിയ നിയമവും യേശുവും മാത്രമല്ല, യേശുവിന്റെ 2ാം വരവ്. ആ 2ാം വരവിൽ യേശുവിന്റെ വലതുഭാഗത്ത് നിൽക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത്രയും വെച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കുർബാനയിലേക്ക് കടയാം. വിശുദ്ധ കുർബാനയെ കുറിച്ച് നമ്മൾ അല്പം മനനം ചെയ്യുന്നത്, ഇതൊരു വിസ്മരണീയമായ ദാനമാണെന്ന് നമ്മൾ കുർബാനയിൽ തന്നെ പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും കുർബാന കാണാൻ വരുന്നു. ഇല്ലേ? കുർബാന കാണാൻ വരും. ചിലർ വരും, ഇപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞിട്ടെന്ന് ചെന്നാൽ മതി. പലപ്പോഴും ആത്മീയമായ വലിയ രഹസ്യങ്ങൾ. ഇന്നലെ നമ്മൾ കൊടിമരത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ? എന്തോ ഒരു വലിയൊരു ആശയമാണ് കൊടിമരം. കതിന വെടിപൊട്ടണം. നമ്മൾ കേട്ടേക്കണം, കണ്ടേക്കണം. പക്ഷേ അതിന് ആത്മീയമായ വലിയ രഹസ്യങ്ങളുണ്ട്. ഇത് നമ്മൾ എന്താ പറയുക, ഇത് ഞാൻ കുറേ ദിവസമായി മലയാളം പറഞ്ഞിട്ട്, അപ്പോൾ മലയാളം ചിലർക്ക് തെറ്റിപ്പോകും, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് അന്വേഷിച്ച് കണ്ടെത്തും. ഈ സുവിശേഷത്തിൻ്റെ വലിയൊരു വാക്കാണല്ലോ അന്വേഷിച്ച് കണ്ടെത്തും. അതിൻ്റെ മറ്റൊരു കാര്യം എന്താ? നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്കിത് നൽകിയിട്ടുണ്ട്. നിങ്ങളത് 10 നാണയങ്ങളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി. നാണയം എവിടെ നഷ്ടപ്പെട്ടത്? വീടിൻ്റെ പുറത്താണ്? അല്ല, വീടിൻ്റെ അകത്ത് തന്നെയാണ്. ഈ വീടിൻ്റെ അകത്ത് തന്നെ എവിടെയുണ്ട്. പക്ഷേ കിട്ടുന്നത് വരെ അന്വേഷിക്കണം. എന്ന പോലെയാണ് ദൈവാത്മാവിൻ്റെ ശക്തമായ അനുഭവത്തിൻ്റെ ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിനേക്കാൾ വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് ഒരു കുർബാനയിൽ, പ്രത്യേകിച്ച് നമ്മുടെ സീറോ മലബാർ കുർബാനയിൽ. അതിനും പ്രത്യേകിച്ച് അതിൻ്റെ അത്യുന്നതമായ ആ റാസ കുർബാനയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം. ഞാൻ ഒരു 40 വയസ്സുള്ള സമയത്ത്, വാസ്തവത്തിൽ ബാല്യകാലം മുതൽ ഞങ്ങൾ 10 മക്കളാണ്. അപ്പനും അമ്മയും ഈ 10 മക്കളും എല്ലാ ദിവസവും കുർബാനയ്ക്ക് വന്നിരുന്നവരാണ്. എല്ലാ ദിവസവും. ഇന്നും ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ ചെല്ലുമ്പോൾ അന്ന് ഞാനായിരുന്ന സ്ഥലത്ത് തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. വേറെ ഞങ്ങൾക്ക് പോയിരിക്കാൻ പറ്റില്ല.
എന്ന് പറഞ്ഞാൽ ആ സ്ഥലം ഞാൻ തീർന്നു വാങ്ങിയേക്കണം അതിനെയാണ്. അങ്ങനൊരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. കൊച്ചുലേസിയുടെ അപ്പൻ ലിസ്യുവിൽ ഈ 5 മക്കളെയും കൊണ്ട് വന്നിട്ട് ആദ്യം ചെയ്തത് അയാളുടെ സ്വർണവും വെള്ളി എല്ലാം വിറ്റ് ആ പള്ളിയിൽ ഒരു പുതിയ അൾത്താര ഉണ്ടാക്കാനുള്ള കംപ്ലീറ്റ് പൈസയും അയാൾ കൊടുത്തിട്ട് ആ അൾത്താരയുടെ തൊട്ട് മുൻപിലായിട്ട് ഒരു സ്ഥലം അദ്ദേഹം മേടിച്ചു. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. കാരണം ആ സ്ഥലത്ത് അവർ മാത്രമേ ഇരിക്കാവുള്ളൂ. അങ്ങനെ ഈ മക്കളും അദ്ദേഹം അപ്പോൾ കുർബാന അങ്ങോട്ട് തിരിഞ്ഞാണ്. അങ്ങോട്ട് തിരിഞ്ഞ് ആൾക്കാരാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തും വീണ്ടും സ്ഥലമുണ്ട്. അതിൻ്റെ ആ കോർണറിലായിട്ട് അപ്പോൾ അത്രയ്ക്ക് അദ്ദേഹം കുടുംബവും കുർബാനയുമായിട്ട് എല്ലാ വ്യാഴാഴ്ചയും രാത്രി ഫുൾ നൈറ്റ് അദ്ദേഹം ഇരുന്ന് ആരാധിക്കുമായിരുന്നു കൊച്ചുലേസിയുടെ അപ്പൻ. എനിവേ, ഞാനും എൻ്റെ അപ്പൻ ഇതുപോലെ തന്നെ വളരെ ദൈവാരാധനയിൽ ശ്രദ്ധയുള്ള ആളായിരുന്നു. ഞങ്ങളൊക്കെ കുഞ്ഞുനാളിലെ മുതൽ അങ്ങനെ. അതുകൊണ്ടാണ് ഇന്ന് ഒരുപക്ഷെ എന്തെങ്കിലും ദൈവാനുഭവം. എന്നിട്ടും 40 വയസ്സായപ്പോഴാണ് വിശുദ്ധ കുർബാനയുടെ ആ വിസ്മയനീയതയെക്കുറിച്ച് എനിക്ക് അനുഭവം ഉണ്ടായത്. അപ്പൊ ഞാൻ ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. ഇപ്പോ കർത്താവേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, ഈ യാഗവസ്തുക്കൾ വിശുദ്ധീകരിക്കണമേ എന്നെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ അന്നത്തെ വിചാരം ഈ അപ്പത്തിലും വീഞ്ഞിലും പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നു എന്നുള്ളതൊക്കെയായി. ലത്തീൻ കുർബാനയിൽ ഇതുപോലെ തന്നെ. അപ്പോൾ അന്നൊരിക്കൽ ബോംബെയിൽ വെച്ച് ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് വൈദികൻ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, പരമപരിശുദ്ധനായ പിതാവേ, സകല പരിശുദ്ധിയും അങ്ങിൽ നിന്ന് യേശുക്രിസ്തു വഴിയായി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ വരും. By the working of the Holy Spirit. എന്നിട്ട് പ്രാർത്ഥന, therefore I pray, send thy spirit upon these gifts and make them holy. അതിനാൽ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ യാഗവസ്തുക്കളെ വിശുദ്ധീകരിക്കണേ. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇരുന്ന് എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ഒരു പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടായിട്ട് ഞാനത് ഓർമ്മിട്ട് കരയാൻ തുടങ്ങി. ഭാര്യ എൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ട്, കരയില്ല മനുഷ്യൻ, ഇതാ കാര്യത്തിൽ ശ്രദ്ധിക്കും, എന്തിനാ കരയണേ, നിങ്ങൾ കരയാതിരിക്കും. എനിക്കൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കരയല്ല, എനിക്ക് എന്താ സംഭവിക്കണമെന്ന് അറിഞ്ഞോളൂ. എനിക്ക് എന്തോ ഭയങ്കരമായ സംഭവം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പരിശുദ്ധാത്മാവ് ഇവിടെ മാത്രമല്ല വരുന്നത്, നമ്മളെല്ലാവരിലും കുർബാനയുടെ സമയത്ത് വരികയും നമ്മൾ അതിനു മുമ്പ് നമ്മളെ തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഈ അപ്പവും വീഞ്ഞിനോടൊപ്പം, ഇല്ലേ? നമുക്കുള്ളതെല്ലാം നമ്മൾ സമർപ്പിച്ചു. ആ നമ്മൾ ഓരോരുത്തരിലേക്കും ഈ കുർബാനയിൽ ഉടനീളം പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതുപോലെ. എന്തിനാ വെള്ളം വീഞ്ഞാക്കിയത് ചോദിച്ച് സമയം കളയാനില്ല. എന്നാലും പെട്ടെന്നൊന്നും അറിയുമ്പോൾ എന്തിനാ വെള്ളം വീഞ്ഞാക്കിയത്? വീഞ്ഞ് തീർന്നു പോയതുകൊണ്ട് പെട്ടെന്ന് ഉത്തരം കിട്ടി. അതാണ് നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന ഉത്തരം അല്ല അതിൻ്റെ ഉത്തരം. അവരെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചു, അതും അല്ല ഉത്തരം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് ചെയ്ത ആദ്യത്തെ അടയാളമാണ്. 2 കാര്യം അതിൽ. ഒന്ന് അടയാളം. നമ്മൾ ഇന്നലെ കൂദാശ എന്താവുന്നു? അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളം. ആ വാക്കൊന്ന് ആ സംഭവത്തിനെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളം. അങ്ങനെ ഒരു അടയാളമാണത്. എന്താ അടയാളം? വെള്ളം എന്ന് പറഞ്ഞത് ഓക്സിജനും ഹൈഡ്രജനും. സമയം പോകണ്ടോ? എന്താണെന്ന് പറഞ്ഞാൽ
ഈ വെള്ളത്തിൽ ഓക്സിജൻ ഹൈഡ്രജനുമാണ് ഇതിൻ്റെ മോളിക്യൂൾസ്. എന്നാൽ വീഞ്ഞിൻ്റെ മോളിക്യൂൾസ് വളരെ വ്യത്യസ്തമാണ്. X24 ഇങ്ങനെയൊക്കെ ഏതോ നമ്പറുകളാണ്. ഓക്കെ, നിങ്ങളൊന്ന് ഗൂഗിൾ അടിച്ച് നോക്കിക്കോ പിന്നീട്. അല്ലെങ്കിൽ ഈ വീഞ്ഞ് വെള്ളവുമായിട്ട് വാസ്തവത്തിൽ രണ്ട് ദ്രാവകമാണെന്നുള്ളത് വിട്ടിട്ട് മോളിക്യൂൾസിൽ വളരെ വ്യത്യാസമുണ്ട്. വീഞ്ഞുണ്ടാകുന്നത് മുന്തിരിച്ചാറിൽ നിന്നാണ്. മുന്തിരിച്ചാർ വർഷങ്ങളോളം കെട്ടിവെച്ച് കഴിഞ്ഞാലാണ് വീഞ്ഞുണ്ടാകുന്നത്. വീഞ്ഞ് മറ്റൊരു സൃഷ്ടി തന്നെയാണ്. വെള്ളം ഒരു സൃഷ്ടി, വീഞ്ഞ് മറ്റൊരു സൃഷ്ടി. ഇത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലായോ? യേശു തൻ്റെ സർവാധിപത്യത്തിൻ്റെ ശക്തിയാണ്, തൻ്റെ ദൈവീക ശക്തിയാണ് ഈ വെള്ളത്തിൻ്റെ രാസഘടന, വെള്ളത്തിൻ്റെ സബ്സ്റ്റൻസ് മുഴുവനും മാറ്റി അതിനെ മറ്റൊരു സൃഷ്ടിയാക്കി മാറ്റി നടത്തും. എന്തിനാണ് ആ അടയാളം? അതാണ് യേശു വന്നതിൻ്റെ തന്നെ ഉദ്ദേശം. എന്തിനാണ് യേശു വന്നത്? പാപം മൂലം വികലമാക്കപ്പെട്ട മനുഷ്യവംശത്തെ മുഴുവനും ഒരു പുതിയ സൃഷ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളതല്ലേ, പുതിയ സൃഷ്ടിയാവുക എന്നതാണ് സർവപ്രധാനം. അപ്പൊ നമ്മൾ ഓരോരുത്തരും മാമോദീസായിലൂടെ, സ്റ്റൈൽ ലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, കൂദാശകളിലൂടെ പുതിയ സൃഷ്ടിയാവുകയാണ്, സത്ത രൂപാന്തരീകരണം. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ മദ്യപാനം, പുകവലി, ശത്രുത, കലഹമെല്ലാം നിലനിൽക്കുന്നതിന്റെ അർത്ഥം ഈ ബോധ്യത്തോടുകൂടി നമ്മളെ തന്നെ ഇവിടെ അർപ്പിക്കുന്നില്ല. ഞാനും മദ്യപിച്ചിരുന്ന ഒരാളായിരുന്നു. ഒരുപാടൊന്നും മദ്യപിച്ചില്ലെങ്കിലും എന്നാലും ഒരു കാലത്ത് ഒരു ദിവസം രാത്രിയൊക്കെ മുഴുവനും ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി അത് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ വിശുദ്ധ കുർബാനയിൽ ഇതുപോലെ ഒരു അനുഭവത്തിന് ശേഷം ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നുള്ള, അന്ന് ഞാൻ ഈ മദ്യപാനവും പുകവലിയും 30 സിഗരറ്റ് വലിക്കുമായിരുന്നു. ഞാൻ 30 സിഗരറ്റ്, വലിയ സ്കോച്ച് വിസ്കിയെ കുടിക്കൊള്ളുമായിരുന്നു. പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ ആലയമാണെന്നും തിരുത്വൈക ദൈവം എന്നിൽ വസിക്കുന്നു എന്നുള്ള ആ അനുഭവം കിട്ടിക്കഴിഞ്ഞ അന്ന് വൈകുന്നേരത്തെ എനിക്കൊരു വിസ്കി കുടിക്കുന്ന പാർട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ വലിയ മാനേജർമാരും വലിയ ഓഫീസർമാരുടെ ഒക്കെ കൂടെ ഞാനും സാധാരണ കുടിക്കണമായി അവർ എനിക്കും വിളമ്പി. പക്ഷേ എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. അതൊരു പുതിയ അനുഭവമാണ് എനിക്കന്നുണ്ടായത്. ഞാൻ ഈ ഗ്ലാസ്, വിസ്കി ഒഴിച്ച ഗ്ലാസ് എൻ്റെ അധരങ്ങളിലേക്ക് വെച്ചിട്ട് എനിക്ക് അതിനോട് ഭയങ്കര വെറുപ്പ് തോന്നും. അപ്പൊ അവർ വിചാരിച്ചു നീ എന്താ കളിയാക്കിയാണ്. അത് വളരെ നല്ല ക്വാളിറ്റി വിസ്കി, പക്ഷേ എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് എനിക്ക് പറ്റില്ല കുടിക്കാൻ. ചുണ്ടത്തടുക്കുമ്പോഴേക്കും എനിക്കതങ്ങ് മാറ്റാൻ പറ്റും. ഇത് ഒട്ടും കൊള്ളില്ല, ഇതിൻ്റെ മണം തന്നെ എനിക്ക് പറ്റുന്നില്ല. എന്നാൽ ശരി ബീറെങ്കിലും കുടിക്കും, അതും പറ്റുന്നില്ല. ഞാൻ ആ എന്ത് സംഭവിക്കണേ? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പുതിയ സൃഷ്ടി ആകാൻ ശരിക്കും ആരംഭിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നിൽ ഒരു രൂപാന്തരീകരണം നടത്തുന്നു. ഈ വെള്ളം വീഞ്ഞാവുന്ന പോലെ, അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തമാകുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും രൂപാന്തരീകരിക്കപ്പെട്ടാൽ മാത്രമേ ഈ കുടി മാറുള്ളൂ. സത്യം ഞാൻ പറയുന്നു. നമ്മളിവിടെ വഴക്കോട്ടേണ്ട ഒരു കാര്യമില്ല. ഈശോ പറഞ്ഞു, അണലി സന്തതികളെ നിങ്ങൾക്ക് എങ്ങനെ നന്മ ചെയ്യാൻ പറ്റും? ഇതിനെ നമ്മൾ വളരെ വികലമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ ആ വാക്ക് ഉപയോഗിച്ച് തെറി പറയാൻ
ഈശോ പറഞ്ഞത് സ്നേഹത്തിൽ പറഞ്ഞ ഒരു സത്യമാണ്. മലയാള ഭാഷയിൽ ഈ വാക്കുകൾക്ക് വേറെ വാക്കില്ലാത്തത്. ഞാനതൊരിക്കൽ തമിഴ് ധ്യാനം നടത്തുന്ന നേരത്ത് അന്ന് ആ വചനം അവിടെ വായിച്ചപ്പോഴാണ് പെട്ടെന്ന് കേട്ടത്, അണലിപ്പാമ്പിൻ പൈതങ്ങളെ. അത് നല്ലൊരു വാക്കായിട്ട് തോന്നിയില്ലേ? എന്നാൽ നമ്മൾ മലയാളത്തിൽ അണലി സന്തതികളെ എന്ന് പറയുമ്പോൾ നമ്മളെ എന്തോ സഹായിക്കണമായിരുന്നു. അണലിപ്പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എപ്പടി നന്മ ചെയ്യ മുടിയും എന്ന് പറഞ്ഞാൽ, ഈ അണലിപ്പാമ്പിന്റെ കുഞ്ഞിന്റെ ഉള്ളിലുള്ള വിഷമുണ്ടോ പാമ്പിന്റെ കുഞ്ഞിൽ? എന്തുകൊണ്ട്? അത് അതിന്റെ കുറ്റമാണോ? ഇപ്പൊ ഒന്നുകൂടി കുടിക്കാന്ന് വിചാരിക്കാൻ, നമ്മളുടെ കുറവുകളും കുറ്റങ്ങളും നമ്മുടെ കുറ്റമല്ല, അത് നമ്മളിൽ ജന്മനാ ഉള്ളതാണ്. പക്ഷെ ഈ ജന്മനാ ഉള്ള ആ സ്വഭാവത്തെ യേശു മാറ്റി പുതിയ സൃഷ്ടിയാകാൻ വേണ്ടി നമ്മളിൽ യേശു വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു തത്വത്തിൽ നമ്മൾ വിശ്വസിക്കണം. യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവം രക്ഷിക്കുന്നു എന്നാണ്. ഓക്കെ, അപ്പോ അതിന്റെ ഏറ്റവും ശക്തമായ അനുഭവം ഈ വിശുദ്ധ കുർബാനയാണ്. അപ്പൊ നമ്മളിൽ രൂഢമൂലമായിട്ടുള്ള, ശരിയാണോ, ചില സ്വഭാവങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതാ ഈശോ പറഞ്ഞത്, അണലിപ്പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എപ്പടി നന്മ ചെയ്യാൻ മുടിയും? നിങ്ങൾക്ക് എങ്ങനെ നന്മ ചെയ്യാൻ പറ്റും? നിങ്ങളിൽ തന്നെ തിന്മ കുടികൊള്ളുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നന്മ ചെയ്യാൻ പറ്റും? അതിന്റെ അർത്ഥം, ഞാൻ വന്നിരിക്കുന്നത് നിന്റെ അണലിപ്പാമ്പിന്റെ വിഷം എടുത്തു മാറ്റി ദൈവാരൂപിയുടെ കൃപാവരം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയാണ്. നിന്റെ ശിലാഹൃദയം ഞാൻ എടുത്തു മാറ്റി നിനക്കൊരു ഹൃദയം ഞാൻ നൽകും. നിന്റെ ശിലാഹൃദയം ഞാൻ എടുത്തു മാറ്റി നിനക്കൊരു മാംസഹൃദയം നൽകും. ശിലാഹൃദയത്തെ, അതാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, നിർമ്മലമായൊരു അത് ശരിയായിട്ടുള്ളത് സൃഷ്ടിക്കുക എന്ന് പറയും. സൃഷ്ടിക്കുക, ക്രിയേറ്റ് ഇൻ മീ എ ന്യൂ ഹാർട്ട് എന്ന് പറയാം. ക്രിയേറ്റ്, നമ്മളെ ദൈവം സൃഷ്ടിച്ചത് തന്നെയല്ലേ. പിന്നെയും ദാവീദ് എന്താ അങ്ങനെ പറയണേ? എനിക്ക് ഒരു പുതിയ ഹൃദയത്തെ സൃഷ്ടിക്കണേ എന്ന് പറയുന്നു. അതായത് എൻ്റെ ഈ ഹൃദയം വഞ്ചനയും വക്രതയും അശുദ്ധിയും നിറഞ്ഞ ഈ ഹൃദയം മാറ്റി എനിക്ക് നീ തന്നെ ഒരു പുതിയ ഹൃദയം തരാതെ ഞാൻ ഒന്നുമില്ല. എന്താ ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ആരാ സൃഷ്ടിക്കുക? നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. ദൈവത്തിന് മാത്രമേ സൃഷ്ടിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മളിൽ ഉള്ള എല്ലാ ദുസ്വഭാവങ്ങളും മാറുന്നതിന് നമ്മൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടോ അവരെ വഴക്ക് പറഞ്ഞതുകൊണ്ടോ മാറില്ല. ദൈവത്തിൻ്റെ ഈ അത്യത്ഭുതകരമായ പുതിയ സൃഷ്ടിയാകുന്ന പ്രവർത്തനം, അതാണ് കൗദാശികമായി സംഭവിക്കുന്നത്. കൂദാശയിലൂടെ മാത്രമേ, ദൈവത്തിൻ്റെ തന്നെ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇത് സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ അന്ന് 30 സിഗരറ്റ് വലിച്ചിരുന്ന എനിക്ക് പിറ്റേ ദിവസം മുതൽ സിഗരറ്റ് വലിക്കാൻ പറ്റുന്നില്ല. 3 പാക്കറ്റ് ചാർമിനാർ സിഗരറ്റ്. ചാർമിനാർ ഭയങ്കര കടുപ്പുള്ള സിഗരറ്റായി. 3 പാക്കറ്റ് സിഗരറ്റ് രാവിലെ ആ കടയിൽ നിന്ന് ഞാൻ മേടിക്കും, വൈകുന്നേരം ആകുമ്പോഴേക്കും തീർക്കും അടുത്ത്. അന്ന് 3 പാക്കറ്റ് സിഗരറ്റ് വാങ്ങിയിട്ട് എനിക്ക് വലിക്കാൻ പറ്റില്ല. അത് 3 പാക്കറ്റും ഞാൻ എന്ത് ചെയ്തു? എക്സ്ക്യൂസ് ചെയ്ത് ഒടിച്ചു, ദഹിച്ചു, വേസ്റ്റ് ബോക്സിൽ ഇട്ടു. അതിനുശേഷം ഇപ്പോൾ 22 വർഷമായി സിഗരറ്റ് തൊട്ടിട്ടില്ല, വിസ്കി തൊട്ടിട്ടില്ല. ഇത് എൻ്റെ കഴിവല്ല, ദൈവാരൂപി നമ്മളിൽ വരുത്തിയ
വർക്കിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. സ്നേഹമുള്ളവരെ, ഈ കഠിനമായ മദ്യപാന സ്വഭാവം, പുകവലി അല്ലെങ്കിൽ അതുപോലെയുള്ള എല്ലാ ജഡികാസക്തികളും സ്വയം മാറ്റുക സാധ്യമല്ല എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കണം. ആർക്ക് മാത്രമേ അത് സാധ്യമുള്ളൂ? കർത്താവായ യേശു ക്രിസ്തു. അതാണ് പൗലോസ് അപ്പോസ്തലന്റെ ലേഖനത്തിലെ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്തു പോകുന്നത്. എത്ര ദുർഭകനായ മനുഷ്യൻ. അതിനെക്കുറിച്ച് ആദ്യകാലങ്ങളിൽ ഒരു പാട്ടുണ്ടായിരുന്നു. ഞാൻ ദുർഭകനായ മനുഷ്യൻ, എനിക്കാരും വിമോചനമരുളും. എല്ലാവരും പാടി. പരമേശ്വരൻ മാത്രം, പരമോന്നതനെന്നും സ്തോത്രം. ചേട്ടന്മാരൊന്ന് ശബ്ദമാക്കി പാടിയൊന്നു. ഞാൻ ദുർഭകനായ മനുഷ്യൻ, ചേച്ചിമാര് പാടി. എനിക്കാരും വിമോചനമേകും. പരമേശ്വരൻ മാത്രം, പരമോന്നതനെന്നും സ്തോത്രം. അപ്പോ ഇങ്ങനെ ഒരു പുതിയ സൃഷ്ടിയാകുന്ന അത്യത്ഭുതകരമായ പ്രവർത്തനമാണ് രക്ഷ എന്ന് പറയുന്നത്. ഇതൊരു മതമോ, യേശുക്രിസ്തു വന്നത് ഒരു മതം ഉണ്ടാക്കാനായിരുന്നു. യേശുക്രിസ്തു വന്നത് ദൈവത്തിൻ്റെ മക്കൾ പാപം മൂലം മലിനമായ മനുഷ്യരെ പുതിയ സൃഷ്ടിയാക്കി ദൈവത്തെ പോലെ തന്നെയുള്ള വിശുദ്ധ ജനമാക്കി മാറ്റുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം വിശുദ്ധ കുർബാനയിലൂടെയാണ് നടക്കുന്നത്. ഇന്ന് ഈ ഒറ്റ വിശുദ്ധ കുർബാന മതി നമ്മുടെ ജീവിതത്തെ പാടെ മാറ്റി സത്തരൂപാന്തരീകരിച്ച് വെള്ളത്തിന്റെ ഓരോ മോളിക്യൂൾസും മാറി. ഓരോ മോളിക്യൂൾസിന്റെ മലയാളം എന്താ? തന്മാത്ര. വെള്ളത്തിന്റെ ഓരോ തന്മാത്രയും മാറ്റി മറ്റൊന്ന് വീഞ്ഞ് മറ്റു വളരെ വ്യത്യസ്തമായ ഒന്നാക്കി മാറ്റാം. ഇത് വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്തി ആ വിശ്വാസത്തെ ഒന്ന് കരുത്താക്കുക. ഈ വിശ്വാസത്തോടെയാണ് ഇന്ന് നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകുന്നത്. നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല, നമ്മളെ തന്നെ മാറ്റണം. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണം. എനിക്ക് ഒന്നും വേണ്ട. നമ്മുടെ ബാക്കിയുള്ള എല്ലാ നിയോഗങ്ങളും ഒന്ന് മാറ്റി. ബാക്കിയുള്ള എല്ലാ നിയോഗങ്ങളും താനെ ഉണ്ടാവുന്ന ഈശോ പറഞ്ഞതിനകത്ത് ആദ്യം നിങ്ങൾ